പഠനത്തിലും കായിക ഇനങ്ങളിലും കലാരംഗത്തും മിടുക്കനായ വിദ്യാർത്ഥി. കളിച്ചിരിയുമായി സ്കൂൾ വിട്ടിറങ്ങിയ അനന്തു അവധി കഴിഞ്ഞ് സ്കൂൾ അങ്കണത്തിൽ തിരിച്ചെത്തിയത് ചേതനയറ്റ ശരീരമായി. കണ്ടുനിന്ന സഹപാഠികൾക്കും അധ്യാപകർക്കും വിതുമ്പൽ അടക്കാനായില്ല. നല്ല കുട്ടിയാണ്. അവിടെയായിരുന്നു ക്ലാസ്. ആരോട് ചോദിച്ചാലും ഒരു മോശവും പറയാനുള്ള കുട്ടിയല്ല. നല്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണ, പോസിറ്റീവായിട്ടിരിക്കണ, നമുക്ക് ദേഷ്യം തോന്നാത്തൊരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം അവൻ വന്നില്ലെങ്കിൽ പോലും നമുക്ക് സങ്കടമാവും, നമുക്കവനെ മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇനി സ്കൂളിലേക്കേ വരില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടകരമാണ്. ഈ ക്ലാസ് റൂമിലേക്ക് ഇനി അനന്തു മടങ്ങി വരില്ല. അതേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാർക്ക് അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനാകുന്നില്ല. പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത സങ്കടത്തോടെ അതേ ക്ലാസ് റൂമിൽ അവർ ഇരുന്നു. ടീച്ചർ ഗ്രൂപ്പിൽ കിട്ടിയിരുന്നു, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവസാനം നമ്മൾ പോകുമ്പോഴും ഒന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്ത് യാത്ര പറഞ്ഞു പോയതാണല്ലേ. ഞങ്ങളിവിടെ വ്യാഴാഴ്ചയൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ ടീച്ചറൊന്നും പഠിപ്പിക്കാത്തപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വിചാരിച്ചവനൊക്കെ വരുന്നു, ഇപ്പോൾ പോയില്ലേ, ഒന്നും പറയാല്ല. അനന്തുവിൻ്റെ ചേതനയറ്റ ശരീരവും വഹിച്ചുകൊണ്ട് ആംബുലൻസ് സ്കൂൾ അങ്കണത്തിൽ നിന്ന് പുറത്തേക്ക്. ഇനി ഈ വിദ്യാലയമുറ്റത്തും ഇടനാഴികളിലും അനന്തുവിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കിയാകുന്നു. നിലമ്പൂരിൽ നിന്ന് സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്.